ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2025 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ഇത് ചോദ്യോത്തരങ്ങളുടെ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ നിന്നുള്ള ആദ്യത്തെ വീഡിയോയാണ്. 2025 ലോഗോസിന് പഠിക്കാനുള്ള ഏറ്റവും വലിയ അധ്യായമാണ്. അതുകൊണ്ട് തന്നെ ശരാശരി 70 ചോദ്യങ്ങൾ വീതമുള്ള 3 വീഡിയോയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3 വീഡിയോയും ഇന്നു തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നാളെ ജൂൺ 4-ാം തീയതി ലൂക്ക 22-ാം അധ്യായത്തിന്റെ മോക്ക് ടെസ്റ്റ് ആണ്. തുടർന്ന് നടത്തുന്ന മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് 500 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനിയും ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഇതുവരെ നടത്തിയ എല്ലാ മോക്ക് ടെസ്റ്റുകളുടെയും ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. ജൂൺ 1 മുതൽ ലോഗോസ് രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ജൂലൈ 31 വരെയാണ് സമയം. നിങ്ങളുടെ ഇടവകകളിൽ കോൺടാക്ട് ചെയ്ത് എത്രയും വേഗം രജിസ്റ്റർ ചെയ്തു എന്ന് ഉറപ്പാക്കുക. നമ്മുടെ പഠന സഹായി ആവശ്യമുള്ളവരും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 5 പുസ്തകം ഒരുമിച്ച് വാങ്ങുന്നവർക്ക് 1 പുസ്തകം സൗജന്യമായി അയച്ചു തരുന്നതായിരിക്കും. ഒന്നാമത്തെ ചോദ്യം, ലൂക്ക അധ്യായം 22-ൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? 71. 2. ലൂക്ക അധ്യായം 22-ന്റെ ആദ്യത്തെ തലക്കെട്ട്, യേശുവിനെ വധിക്കാൻ ഗൂഢാലോചന. 3. പെസഹ എന്ന് വിളിക്കപ്പെടുന്നത് എന്തിന്റെ തിരുനാളാണ്? പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ. 4. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ മറ്റേതു പേരിലും അറിയപ്പെടുന്നു? പെസഹ. 5. ആരെല്ലാമാണ് അവനെ, യേശുവിനെ എങ്ങനെ വധിക്കാം എന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നത്? പുരോഹിതന്മാരും നിയമജ്ഞരും. 6. പുരോഹിതന്മാരും നിയമജ്ഞരും എന്താണ് അന്വേഷിച്ചു കൊണ്ടിരുന്നത്? അവനെ, അതായത് യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന്. 7. പക്ഷേ അവർ ജനങ്ങളെ ഭയപ്പെട്ടു. ആര്? പുരോഹിതന്മാരും നിയമജ്ഞരും. 8. പുരോഹിതന്മാരും നിയമജ്ഞരും ആരെയാണ് ഭയപ്പെട്ടിരുന്നത്? ജനങ്ങളെ. 9. യൂദാസ് വിളിക്കപ്പെടുന്നത് എങ്ങനെ? സ്കറിയോത്ത. 10. സ്കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്ന യൂദാസ് എത്ര പേരിൽ ഒരുവനായിരുന്നു? 12 പേരിൽ. അതായത് യേശുവിന്റെ ശിഷ്യന്മാരെയാണ് 12 പേർ എന്ന് പല സ്ഥലങ്ങളിലായി സൂചിപ്പിച്ചിട്ടുള്ളത്. 12 പേരിൽ ഒരുവൻ എന്ന് പറയുന്നത് ശിഷ്യന്മാരിൽ ഒരുവനായ യൂദാസിനെ കുറിച്ചാണ്. 11. 12 പേരിൽ ഒരുവനും സ്കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്നവനുമായ യൂദാസിൽ പ്രവേശിച്ചതാര്? സാത്താൻ. 12. യൂദാസിൽ സാത്താൻ പ്രവേശിച്ചപ്പോൾ അവൻ ആരെ സമീപിച്ചാണ് എങ്ങനെ യേശുവിനെ അവർക്ക് ഒറ്റുകൊടുക്കേണ്ടത് എന്ന് ആലോചിച്ചത്? പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും. 13. പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും സമീപിച്ച് എങ്ങനെയാണ് യേശുവിനെ അവർക്ക് ഒറ്റുകൊടുക്കേണ്ടത് എന്ന് ആലോചിച്ചതാര്? യൂദാസ്. 14. യൂദാസ് പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും സമീപിച്ച് എങ്ങനെയാണ് യേശുവിനെ അവർക്ക് ഒറ്റുകൊടുക്കേണ്ടത് എന്ന് ആലോചിച്ചപ്പോൾ അവർ അവന് വാഗ്ദാനം ചെയ്തതെന്ത്? പണം. 15. യൂദാസ് പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും സമീപിച്ച് എങ്ങനെയാണ് യേശുവിനെ അവർക്ക് ഒറ്റുകൊടുക്കേണ്ടത് എന്ന് ആലോചിച്ചപ്പോൾ അവർക്കുണ്ടായ വികാരമെന്ത്? സന്തോഷം. അവർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് പുരോഹിത പ്രമുഖന്മാരുടെയും സേനാധിപന്മാരുടെയും കാര്യമാണ്. 16. അവർ സന്തോഷിച്ച് അവന് പണം കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്തപ്പോൾ അവൻ ചെയ്തതെന്ത്? അവൻ അവർക്ക് വാക്കുകൊടുത്തു. ആര്? ആർക്ക്? യൂദാസ് പുരോഹിത പ്രമുഖന്മാർക്കും സേനാധിപന്മാർക്കും. 18. ജനക്കൂട്ടം ഇല്ലാത്തപ്പോൾ അവനെ ഒറ്റുകൊടുക്കാൻ അവൻ അവസരം പാർത്തുകൊണ്ടിരുന്നു. ആര്? യൂദാസ്. 19. ആരില്ലാത്തപ്പോൾ അവനെ ഒറ്റുകൊടുക്കാൻ അവൻ അവസരം പാർത്തുകൊണ്ടിരുന്നു. ജനക്കൂട്ടം ഇല്ലാത്തപ്പോൾ. യൂദാസാണ് അങ്ങനെ അവസരം പാർത്തിരുന്നത്. 20. യൂദാസ് എന്തിനാണ് അവസരം പാർത്തുകൊണ്ടിരുന്നത്? ജനക്കൂട്ടം ഇല്ലാത്തപ്പോൾ അവനെ ഒറ്റുകൊടുക്കാൻ. 21. ലൂക്ക അധ്യായം 22-ന്റെ 2-ാമത്തെ തലക്കെട്ട്, ശിഷ്യന്മാർ പെസഹ ഒരുക്കുന്നു. 22. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ദിനത്തിൽ ബലി കഴിക്കേണ്ടത് എന്തിനെ? പെസഹ കുഞ്ഞാടിനെ. 23. ഏതു ദിനത്തിലാണ് പെസഹ കുഞ്ഞാടിനെ ബലി കഴിക്കുന്നത്? പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ദിനത്തിൽ.
24 യേശു പത്രോസിനെയും യോഹന്നാനെയും അയച്ചുകൊണ്ട് പറഞ്ഞതെന്ത്? നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ. 25 നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ എന്ന് പറഞ്ഞ് യേശു ആരെയാണ് അയച്ചത്? പത്രോസിനെയും യോഹന്നാനെയും. 26 നിങ്ങൾ പോയി നമുക്ക് എന്തു ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ എന്നാണ് യേശു പത്രോസിനെയും യോഹന്നാനെയും അയച്ചുകൊണ്ട് പറഞ്ഞത്? പെസഹ. 27 അവർ അവനോട് ചോദിച്ചു, ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ആരോട്? പത്രോസും യോഹന്നാനും യേശുവിനോട്. 28 ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ച പത്രോസിനോടും യോഹന്നാനോടും യേശു പറഞ്ഞതെന്ത്? ഇതാ, നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും. അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് നിങ്ങൾ അവനെ പിന്തുടരുക. 29 നിങ്ങൾ എവിടെ പ്രവേശിക്കുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരുമെന്നാണ് യേശു പത്രോസിനോടും യോഹന്നാനോടും പറഞ്ഞത്? പട്ടണത്തിൽ. 30 അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് നിങ്ങൾ അവനെ പിന്തുടരുക എന്ന് പറഞ്ഞതിനെ തുടർന്ന് യേശു പറയുന്നത് എന്ത്? ആ വീടിന്റെ ഉടമസ്ഥനോട് പറയുക, ഗുരു നിന്നോട് ചോദിക്കുന്നു, എന്റെ ശിഷ്യന്മാരോട് കൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നുശാല എവിടെയാണ്? 31 ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ വരുന്നവനെ പിന്തുടർന്ന് ആ വീടിന്റെ ഉടമസ്ഥനോട് എന്തു പറയുക എന്നാണ് യേശു പത്രോസിനോടും യോഹന്നാനോടും പറഞ്ഞത്? ഗുരു നിന്നോട് ചോദിക്കുന്നു, എന്റെ ശിഷ്യന്മാരോട് കൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നുശാല എവിടെയാണ്? 32 യേശുവിന് ആരോടുകൂടെ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നുശാല എവിടെയാണ് എന്ന് വീട്ടുടമസ്ഥനോട് ചോദിക്കുവാനാണ് യേശു ആവശ്യപ്പെട്ടത്? ശിഷ്യന്മാരോടുകൂടെ. 33 പെസഹ ഭക്ഷിക്കുന്നതിനുള്ള എവിടെയാണ് എന്നാണ് ചോദിക്കുന്നത്? വിരുന്നുശാല. 34 എന്റെ ശിഷ്യന്മാരോടുകൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നുശാല എവിടെയാണെന്ന് ചോദിക്കുക എന്ന് പറഞ്ഞതിനു ശേഷം യേശു തുടർന്ന് പറയുന്നത് എന്ത്? സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും, അവിടെ ഒരുക്കുക. 35 എങ്ങനെയുള്ള ഒരു വലിയ മാളിക മുറി അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും എന്നാണ് യേശു പത്രോസിനോടും യോഹന്നാനോടും പറഞ്ഞത്? സജ്ജീകൃതമായ. 36 പെസഹ ഒരുക്കുന്നതിനു വേണ്ടി സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ആര്? നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ വരുന്നവൻ പ്രവേശിക്കുന്ന വീടിന്റെ ഉടമസ്ഥൻ. 37 അവർ പോയി അവൻ പറഞ്ഞതുപോലെ കണ്ടു, പെസഹ ഒരുക്കുകയും ചെയ്തു. അവൻ ആരെല്ലാം? അവർ പത്രോസും യോഹന്നാനും, അവൻ യേശു. 38 ലൂക്ക അധ്യായം 22 മൂന്നാമത്തെ തലക്കെട്ട്, പുതിയ ഉടമ്പടി. 39 സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു, അവനോടൊപ്പം അപ്പോസ്തലന്മാരും. അവൻ ആര്? യേശു. 49 സമയമായപ്പോൾ യേശുവിനോടൊപ്പം ഭക്ഷണത്തിനിരുന്നതാര്? അപ്പോസ്തലന്മാർ. 50 തന്നോടൊപ്പം ഭക്ഷണത്തിനിരുന്ന അപ്പോസ്തലന്മാരോട് യേശു പറഞ്ഞതെന്ത്? പീഡയനുഭവിക്കുന്നതിനു മുമ്പ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു. 51 എന്ത് അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു എന്നാണ് യേശു അപ്പോസ്തലന്മാരോട് പറഞ്ഞത്? പീഡയനുഭവിക്കുന്നതിന് മുമ്പ്. 52 പീഡയനുഭവിക്കുന്നതിന് മുമ്പ് യേശു അത്യധികം ആഗ്രഹിച്ചത് എന്ത്? അപ്പോസ്തലന്മാരോട് കൂടെ പെസഹ ഭക്ഷിക്കുന്നതിന്. 53 ലൂക്ക 22:16 ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞതിനു ശേഷം യേശു അപ്പോസ്തലന്മാരോട് പറഞ്ഞതെന്ത്? ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നതുവരെ ഞാൻ ഇനി ഇത് ഭക്ഷിക്കുകയില്ല. 54 എവിടെ ഇത് പൂർത്തിയാകുന്നതുവരെ ഇനി ഇത് ഞാൻ ഭക്ഷിക്കുകയില്ല എന്നാണ് പെസഹ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പോസ്തലന്മാരോട് പറഞ്ഞത്? ദൈവരാജ്യത്തിൽ. 55 യേശു പാനപാത്രമെടുത്ത് എന്തു ചെയ്തതിനു ശേഷമാണ് ഇത് വാങ്ങി നിങ്ങൾ പങ്കുവയ്ക്കുവിൻ എന്ന് പറഞ്ഞത്? കൃതജ്ഞതാസ്തോത്രം. 56 യേശു പാനപാത്രമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത ശേഷം പറഞ്ഞതെന്ത്? ഇത് വാങ്ങി നിങ്ങൾ പങ്കുവയ്ക്കുവിൻ.
57 ഇപ്പോൾ മുതൽ എന്തു വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല എന്നാണ് യേശു പറഞ്ഞത്. ദൈവരാജ്യം. 58 ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ എന്തു ചെയ്യുകയില്ല എന്നാണ് യേശു പറഞ്ഞത്. പാനം ചെയ്യുകയില്ല. 59 യേശു അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തതെന്ത്? ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. 60 യേശു അപ്പമെടുത്ത് എന്തു ചെയ്തു? കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തു. 60 ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ എന്താണ് എന്നാണ് യേശു അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തത്. ശരീരമാണ്. 62 ഇത് എൻ്റെ ശരീരമാണ്, എന്തിനായി നിങ്ങൾ ഇത് ചെയ്യുവിൻ എന്നാണ് യേശു പറയുന്നത്? എൻ്റെ ഓർമ്മയ്ക്കായി. 63 ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. യേശു ഇങ്ങനെ അരുൾ ചെയ്തത് എപ്പോൾ? അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട്. 64 അത്താഴത്തിനു ശേഷം യേശു പാനപാത്രമെടുത്തുകൊണ്ട് അരുൾ ചെയ്തതെന്ത്? ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. 65 ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. യേശു ഇത് അരുൾ ചെയ്തത് എപ്പോൾ? അത്താഴത്തിനു ശേഷം പാനപാത്രം എടുത്തുകൊണ്ട്. 66 നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് എന്ന് യേശു അരുൾ ചെയ്തത് എന്തിനെ കുറിച്ച്? പാനപാത്രത്തെക്കുറിച്ച്. 67 ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എന്തിലുള്ള പുതിയ ഉടമ്പടിയാണ് എന്നാണ് യേശു അരുൾ ചെയ്തത്? എൻ്റെ രക്തത്തിലുള്ള. 68 ആരുടെ കൈ എൻ്റെ അടുത്ത് മേശമേൽ തന്നെ ഉണ്ട് എന്നാണ് യേശു പറഞ്ഞത്? എന്നെ ഒറ്റിക്കൊടുക്കുന്നവന്റെ. 69 എന്നെ ഒറ്റിക്കൊടുക്കുന്നവന്റെ കൈ എൻ്റെ അടുത്ത് എവിടെ തന്നെ ഉണ്ട് എന്നാണ് യേശു പറയുന്നത്? മേശമേൽ തന്നെ. 70 നിശ്ചയിക്കപ്പെട്ടതുപോലെ ആര് പോകുന്നു എന്നാണ് യേശു പറയുന്നത്? മനുഷ്യപുത്രൻ. 71 മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നവന് എന്ത് എന്നാണ് യേശു പറയുന്നത്? ദുരിതം. 72 ലൂക്ക 22:22 പ്രകാരം ആർക്ക് ദുരിതം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? മനുഷ്യപുത്രനെ ആര് ഒറ്റിക്കൊടുക്കുന്നുവോ ആ മനുഷ്യന് ദുരിതം. 73 തങ്ങളിൽ ആരാണ് ഇത് ചെയ്യാനിരിക്കുന്നത് എന്ന് അവർ പരസ്പരം ചോദിക്കാൻ തുടങ്ങി. ആര്? എന്ത്? അപ്പോസ്തലന്മാരാണ് അങ്ങനെ പരസ്പരം ചോദിക്കാൻ തുടങ്ങിയത്. ഒറ്റിക്കൊടുക്കാനിരിക്കുന്നത് ആരാണ് എന്നാണ് അവർ പരസ്പരം ചോദിക്കാൻ തുടങ്ങിയത്. 74 അപ്പോസ്തലന്മാർ പരസ്പരം ചോദിക്കാൻ തുടങ്ങിയത് എന്ത്? തങ്ങളിൽ ആരാണ് ഇത് ചെയ്യാനിരിക്കുന്നത് എന്ന്. ഇങ്ങനെ 74 ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. മോക്ക് ടെസ്റ്റിന്റെയും പുസ്തകത്തിന്റെയും കാര്യമൊക്കെ ആദ്യ ഭാഗത്തു തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.